പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അന്തർ മന്ത്രാലയ സമിതിയുടെ നിർണായക യോഗം ഇന്ന് ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10:30 മണിക്കാണ് ഡൽഹി യോഗം. അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, വിശദാംശങ്ങൾ. ഈ അന്തർ മന്ത്രാലയ സമിതിയുടെ 5ാമത്തെ യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പൊതുവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട. അതായത് ഊർജ്ജം, ഈ ഇന്ധനം, അതുപോലെ തന്നെ വളം ഉൾപ്പെടെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇറക്കുമതി ചെയ്യുക, അതുപോലെ തന്നെ ആഭ്യന്തര ഉൽപ്പാദനം, ഇന്ത്യയിൽ ഉള്ള വിതരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്, അതിൽ പുരോഗതി ഉണ്ടോ, അതിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ, പുതിയ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് വിലയിരുത്തുക. പക്ഷേ നിലവിൽ പ്രധാനമന്ത്രിയുടെ ചില ആഹ്വാനങ്ങൾ വന്നിരിക്കുന്നു. മാത്രമല്ല, ഒരു ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ഇന്ധനവില വർധന തുടങ്ങിയ പല കാര്യങ്ങളും അഭ്യൂഹങ്ങളായി ഇപ്പോൾ വലിയ തോതിൽ പരക്കുന്നുണ്ട്. അതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ വളരെ നിർണായകമാണ് ഇന്നത്തെ യോഗമെന്ന് പറയാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ചും ഏപ്രിൽ 18-ാം തീയതിയാണ് അവസാനമായിട്ടൊരു യോഗം ചേർന്നത്. അതിനുശേഷം ഒരു 20 ദിവസത്തിന്റെ ഇടവേള വന്നിട്ടുണ്ട്. 20 ദിവസത്തിനിടയിൽ തീർച്ചയായിട്ടും 2 തെരഞ്ഞെടുപ്പുകൾ, പ്രധാനമായിട്ടും പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തമിഴ്നാട് തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടുണ്ട്. അതിൽ മന്ത്രിമാരെല്ലാം തന്നെ തിരക്കിലായിരുന്നു. എന്നാൽ പോലും ഈ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യോഗം ആരംഭിക്കുകയാണ്. മാത്രമല്ല, അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ വലിയ ആഹ്വാനങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഈ ഒരു രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ യോഗം വളരെ പ്രധാനമായിട്ടും വിലയിരുത്തപ്പെടുകയാണ്. എന്തായാലും വിമാന സർവീസുകളുടെ കാര്യം, അതുപോലെ തന്നെ നിലവിലെ ഊർജ്ജ പ്രതിസന്ധി, അതിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പുതുതായി സ്വീകരിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ ഈ ഒരു യോഗം വീണ്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ തവണയാണ് യോഗം ചേരുന്നത്. യോഗത്തിന് ശേഷം എന്തൊക്കെയാണ് വിലയിരുത്തപ്പെട്ടത്, എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രക്ഷാമന്ത്രി തന്നെ, രാജ്നാഥ് സിംഗ് തന്നെ വ്യക്തമാക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.